നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇത്രയും കാലം അവൾക്കൊപ്പം എന്ന ക്യാമ്പയിനായിരുന്നു, ഇനി അവനൊപ്പം എന്ന ക്യാമ്പയിനാണ് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് അവനൊപ്പം ഇല്ലാതെ അവനെ ക്രൂശിക്കുന്ന തിരക്കിലായിരുന്നു കേരളത്തിലെ സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ. കോടതിയിൽ നിന്ന് സാധാരണഗതിയിൽ ഏത് കേസിലും കോടതിയിൽ നിന്ന് വിധി വന്നു കഴിഞ്ഞാൽ വലിയ അലങ്കോലമൊന്നും ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് ഈ കേസ് തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ജനവികാരം എതിരാണെന്ന് കാണിച്ച് ജനങ്ങളെ കൂടി കൂട്ടിയിടക്കിക്കൊണ്ട് കോടതികളിലേക്ക് പോയി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നമുണ്ടാക്കി പ്രഷർ ഉണ്ടാക്കി ആ പ്രതിയെ ശിക്ഷിപ്പിക്കണമെന്ന വാശിയോടുകൂടിയാണ് പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ രംഗത്ത് വന്നത്. വിചാരണ നടക്കുന്ന കോടതിയിൽ നടക്കുന്ന വിവരങ്ങളെല്ലാം അപ്പോൾ വന്ന് പറയുക, അതിന് അവരുടേതായ ഭാഷ്യം ചമയ്ക്കുക. അതിനെയെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതി നടപടിയെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. അവരിത് കേൾക്കുമ്പോഴേ കൊണ്ടം കിളകും. റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ ചില ആൾക്കാരും ഒക്കെ ചേർന്ന് നടത്തിയ പ്രൊപ്പഗണ്ടയിൽ വീണുപോയ ഒരുപാട് സാധാരണക്കാരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ പലരും വിളിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വ്യത്യസ്തമായ വെർഷൻ കാണുമ്പോൾ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു വെർഷൻ എഴുതുന്നത്? അത് വ്യത്യസ്തമായ വെർഷൻ ആയതുകൊണ്ടല്ല, വർഷങ്ങളായി കേസുകളെ കുറിച്ച് ഗൗരവകരമായി പഠിച്ചു മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ആ കേസിനെ കുറിച്ച് ആദ്യം മുതൽ തന്നെ പഠിച്ച ഒരാളാണ് ഞാൻ. സൂര്യനെല്ലി കേസിന്റെ രണ്ടാമത്തെ കേസ് മുതൽ പന്തളം SMA റാഗിംഗ് കേസ്, അതിനുശേഷമുണ്ടായ പ്രവീൺ വധക്കേസ്, ഈ കേസെല്ലാം കോട്ടയത്തെ കോടതികളിലാണ് നടന്നത്. ആ കോടതികളെല്ലാം അഭിഭാഷകരുമായി നിരന്തരമായി ചോദിച്ചും പറഞ്ഞും നിയമം അറിയാത്ത കാര്യങ്ങൾ പഠിച്ചും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല നിയമവിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത്. മാത്രമല്ല അതിനെക്കുറിച്ച് പഠിച്ചു തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ചിലരെങ്കിലും കോടതി വിധി അംഗീകരിക്കുമ്പോൾ കോടതി വിധികളെ അംഗീകരിക്കാതെ ജഡ്ജിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനും അത്തരത്തിൽ വലിയ രീതിയിൽ വാദഗതികളുമായി ചിലർ രംഗത്ത് വരുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ ഇവരുടെ ഒപ്പം നിന്ന ചാനൽ തന്നെയാണ്. ഇപ്പോൾ രണ്ട് തിരിച്ചടികളാണ് കേരളത്തിൽ ഇപ്പോൾ ചാനലുകാർക്ക് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലാണെങ്കിലും ഇതുപോലെ തന്നെ പ്രൊപ്പഗണ്ട ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു സംഭവമായിരുന്നു. അതിൻ്റെയും പിന്നിൽ റിപ്പോർട്ടർ ചാനലാണ്. ഇപ്പോൾ പൊളിഞ്ഞു വീണ പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലാണ്. ഇതിനു മുമ്പൊരു സീരീസ് ഓഫ് ബലാത്സംഗം, കുറേ പേർക്ക് ഒരു DYSP പരാതിയുമായി വന്നവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് ബലാത്സംഗം കേസ് രാവിലെ മുതൽ ഏതാണ്ട് 1 മണിക്കൂർ മാത്രം ആയുസ്സുണ്ടായിരുന്നൊരു വാർത്ത. അപ്പോൾ അങ്ങനെ പല വാർത്തകളും ഇപ്പോൾ അയാളെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളെ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ആക്ടിവിസ്റ്റുകളെ പോലെ എല്ലാ സ്ഥലത്തും പോയി സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കേസ് നടക്കുമ്പോൾ ഗൾഫിലോ മറ്റോ ആയിരുന്ന ആളാണ് ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ 2-3 വർഷം, അതായത് രണ്ടാമത് ബാലേന്ദ്രകുമാർ ഈ കേസിൽ വന്ന ആ സമയം മുതലാണ് ഇയാൾ ഈ റിപ്പോർട്ടിങ് എത്തിയിട്ടുള്ളത്. പക്ഷെ ആദ്യം മുതലുള്ള കഥകൾ കണ്ടതുപോലെ അവതരിപ്പിക്കുന്നുണ്ട് പല സ്ഥലത്തും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്തരം ഒരു താല്പര്യം മാധ്യമപ്രവർത്തകർക്ക് എന്താണ്? മാധ്യമപ്രവർത്തനം എന്നാൽ ആക്ടിവിസം അല്ലല്ലോ. അപ്പോൾ ഇതിൽ അവനൊപ്പം എന്ന ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ സജീവമാക്കുകയാണ്. എല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ്. ഞാൻ അടക്കമുള്ളവർ ഒരു സ്ത്രീക്കുണ്ടായ ദുര്യോഗത്തിൽ സ്ത്രീക്കൊപ്പം തന്നെയാണ്. പക്ഷെ എന്നാലും സ്ത്രീക്കൊപ്പം തന്നെയാണെങ്കിലും അനാവശ്യമായി മറ്റൊരാളെ ക്രൂശിക്കാനോ നീതിപീഠങ്ങളും മാധ്യമങ്ങളെ അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ നീതിപീഠങ്ങളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ നീതിപീഠങ്ങളെക്കുറിച്ച് തെറ്റായ വാർത്തകൾ ഉണ്ടാക്കാനോ ശ്രമിക്കുന്നതിനെ ഞാൻ എതിർക്കുകയാണ്. ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ കേസ് കഴിഞ്ഞ ശേഷം നമുക്ക് ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ഗൂഢാലോചന നടന്നിട്ടുള്ളത് ആർക്കെതിരെയാണ്? ദിലീപിനെതിരെ മാത്രമല്ല, ജുഡീഷ്യറിക്കെതിരെ കൂടിയാണ്. ദിലീപിനെ എതിർക്കുന്നില്ല, അല്ലെങ്കിൽ ദിലീപിനെ അവർ കൊണ്ടുവരുന്ന തെളിവുകളെല്ലാം അംഗീകരിക്കുന്നില്ല. അതായത് ആദ്യം ഉണ്ടാക്കിയ ഫോട്ടോ മുതൽ ആ ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണെന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ, ആദ്യം മുതൽ ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങളും പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഒരുപാട് ഫാബ്രിക്കേഷൻ നടന്നിട്ടുണ്ട് എന്ന് പിടികിട്ടുമ്പോൾ അത് കോടതിക്കും ബോധ്യമാകുന്നുണ്ടാവും. അത് ബോധ്യമായാൽ കോടതി തിരിച്ചു ചോദിച്ചാൽ അതൊക്കെ പ്രശ്നമാണ്. ഇടതുപക്ഷ അനുഭാവിയായ ജഡ്ജി ആയതുകൊണ്ട് ഇടതുപക്ഷക്കാരായ കുറേ പേർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ കൊടുത്താൽ അതൊക്കെ അങ്ങ് എഴുതണം, അതൊക്കെ അങ്ങ് അവർ പറയുന്നതെല്ലാം പറയണം, അവർ പറയുന്ന വിധി പറയണം. അതായത് പ്രോസിക്യൂട്ടർ പറയുന്ന വിധിയാണ്, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ ചിന്തിക്കുന്നത് എഴുതി വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ജഡ്ജിയും ചെയ്യില്ല. പ്രത്യേകിച്ച് ഒരു വനിതാ ജഡ്ജി ആയതുകൊണ്ടായിരിക്കും ഇത്രയേറെ സമ്മർദ്ദം ആ ജഡ്ജിയെ സമ്മർദ്ദപ്പെടുത്താൻ ശ്രമം നടത്തിയത്. സത്യത്തിൽ ഇപ്പോൾ അതിജീവിത വനിതാ ജഡ്ജിയാണോ എന്ന് പോലും സംശയം തോന്നുന്നു. കാരണം ഇത്ര വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഈ വനിതാ ജഡ്ജി. ഇപ്പം ജഡ്ജിയും അതിജീവിതയായിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൃത്യമായും നിയമത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാവരും പറയുന്നുണ്ടല്ലോ ഈ ജഡ്ജ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന്. ഈ ഇത്രയും വർഷത്തെ ജുഡീഷ്യൽ സർവീസിനിടയിൽ
അവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഹൈക്കോടതിയിലെ പല അഭിഭാഷകരോടും ചോദിച്ചു, ഒരു അഭിഭാഷകരും അത് സമ്മതിക്കുന്നില്ല. അവരെല്ലാം പറയുന്ന അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ്. വർഷങ്ങളായി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരായ പലരോടും ഞാൻ ചോദിച്ചു. അവരെല്ലാം പറയുന്ന അങ്ങനെ യാതൊരു ഇതുമില്ലാത്തൊരു ജുഡീഷ്യൽ ഓഫീസറാണ്, ഈ പറയുന്നത് ഒന്നും ശരിയല്ല, നല്ലൊരു ജുഡീഷ്യൽ ഓഫീസറാണ് ഹണിയം വർഗീസ് തന്നെയാണ്. ഇനി ഹണിയം വർഗീസിന് ഇത്രയധികം ഈ സുപ്രീം കോടതി വരെ നീണ്ടുപോയ, പല ഘട്ടങ്ങളിലായി സുപ്രീം കോടതി വരെ എത്തിയ ഈ കേസിൽ തീർച്ചയായും ഹണിയം വർഗീസിന് അറിയുന്നതല്ലേ ഇത് ഹൈക്കോടതിയിലേക്കും പോകും, ഇത് സുപ്രീം കോടതിയിലേക്കും പോകുമെന്ന് അറിയുന്നതല്ലേ. തൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് വിധി പറയാൻ അവർ തയ്യാറാകുമോ? സാമാന്യ ജനം അങ്ങനെയെങ്കിലും ചിന്തിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ സാമാന്യ ബോധത്തിന് പൊതുബോധം നഷ്ടപ്പെട്ടു പോകുന്നത്? മാധ്യമങ്ങൾ പറയുന്നത് 90% തെറ്റും 1% ശരിയുമെന്ന രീതിയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്? ഇപ്പൊ എനിക്ക് തോന്നുന്നു 90% തെറ്റ്, 1% ശരി, ബാക്കിയുള്ളതൊക്കെ ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ സെൻസേഷൻ. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനൊരു മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ച്, ഇത്തരം പല വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. സെൻസേഷനലിസം ക്രിയേറ്റ് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ഗൗരവപരമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് വളരെ കൃത്യമായ ഓരോ കാര്യവും വളരെ കൃത്യമായി പഠിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഏതായാലും ജുഡീഷ്യറിയെ വിരട്ടാനും ജുഡീഷ്യറിയെ വെച്ച് വിലപേശാനും നടത്തുന്ന ശ്രമങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനായാലും മാധ്യമപ്രവർത്തകയായാലും അത് ഇല്ലാതാക്കേണ്ടതാണ്. ഇപ്പോൾ അതിജീവത എന്ന് പറയുന്നത് ഈ കേസിൽ എനിക്ക് തോന്നുന്നു ഈ ജഡ്ജിയാണ് എന്ന് തോന്നുന്നു. ഒപ്പം അതുപോലെ തന്നെ അവനൊപ്പം എന്ന ക്യാമ്പയിനുകൾ കൂടി വരുമ്പോൾ സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, ഒരാളെ കോടതി കുറ്റവിമുക്തനാക്കിയാൽ അയാൾക്ക് ജീവിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അയാളെ സംഘടനകൾ എടുക്കരുതെന്നും അയാളെ ഇനിയും ജോലി ചെയ്യിപ്പിക്കരുതെന്നും അയാളെ ഇല്ലാതാക്കണമെന്നും അയാൾ ഇനി ഒരുപാട് വിധികൾ വരാനുണ്ടെന്നും ഒക്കെ ഉണ്ട്. ശരി, ഇനി അഥവാ ഞാൻ ചോദിക്കുന്നത്, പ്രോസിക്യൂഷന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെന്നിരിക്കട്ടെ, എന്തിനാണെന്ന് റോഡിലിറങ്ങി ബഹളം വെക്കുന്നത്? എന്തിനാണെന്ന് ബഹളം ഉണ്ടാക്കുന്നത്? പ്രോസിക്യൂഷന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട്. ഈ കേസിൽ നീതി നിഷേധിക്കപ്പെട്ടുവെങ്കിൽ ഹൈക്കോടതിയുണ്ട്, അതിനു മുകളിൽ സുപ്രീം കോടതിയുണ്ട്. പല ഘട്ടങ്ങളിൽ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർത്തിക്കൊണ്ട് പോയില്ലേ സുപ്രീം കോടതി വരെ? സുപ്രീം കോടതി പോലും, അതായത് 10 പ്രതികളുണ്ടെങ്കിൽ 10 പേർക്കും 10 അഭിഭാഷകരായിരിക്കും ചിലപ്പോൾ ഹാജരാവുക. അഭിഭാഷകർ തീർച്ചയായും ഈ വാദിയെ ക്രോസ് ചെയ്യില്ലേ? വാദിയെ ക്രോസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നാണ്. വാദിയെ ക്രോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഏത് കേസിലും വാദിയെയും പ്രതിയെയും ക്രോസ് ചെയ്യും. ആ ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ പറയുന്നതൊക്കെ എഴുതി വെച്ചോണം, ഞാൻ പറയുന്നതെല്ലാം കേട്ടോണം. ഇത് സിനിമയോ അല്ലെങ്കിൽ സിനിമയിലെ നായക വേഷമോ നായിക വേഷമോ ഒന്നുമല്ല. ഇത് കോടതി നടപടികളാണ്. കോടതി നടപടികളുടെ ഭാഗമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ആ പ്രൊസീജിയറാണത്. ആ പ്രൊസീജിയർ പോലും മനസ്സിലാക്കാതെ അവളെ കഷ്ടപ്പെടുത്തി, അവളെ ബുദ്ധിമുട്ടിച്ചു, അവളോട് ജഡ്ജി ചോദ്യം ചോദിച്ചു. ഇതൊക്കെ ഏത് കാലത്താണ് നടക്കുന്നത്? എനിക്ക് തോന്നി ഈ മിനി എന്ന് പറയുന്ന അഭിഭാഷകയാണെന്ന് അവകാശപ്പെടുന്ന മിനി വലിയ അഭിഭാഷകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മിനി ചാനലിലൊക്കെ വരുന്നത്. മിനിക്ക് ഇത് അറിയാത്തതാണോ? അപ്പൊ അതൊന്നുമല്ല കാരണം, അറിയാത്തതല്ല. അപ്പൊ അവർക്കും അറിയാം. പക്ഷേ ഒരു ചോദ്യവും ചോദിക്കരുത്, ഞങ്ങൾ കൊടുക്കുന്ന തെളിവൊക്കെ എഴുതി വെച്ചുകൊണ്ട് ദിലീപിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം, ഇതായിരുന്നു ഇവരുടെ പ്ലാൻ. പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് വരുമ്പോൾ അഭിഭാഷക അവരുടെ രാഷ്ട്രീയം അങ്ങനെ ആയതുകൊണ്ട് അവർ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമെന്ന് വിചാരിച്ചു. തീർച്ചയായും ആ ജഡ്ജി അഭിനന്ദനം അർഹിക്കുന്ന ജഡ്ജിയാണ്. എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല അവരെ. നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സുയർത്തിയ ജഡ്ജി എന്ന് പറയാം. മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളും കേരളത്തിലെ ചില സോകോൾഡ് ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ ഈ കേസിൽ ദിലീപിനെതിരായി നിൽക്കുന്നവരും ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ കേസിൽ ഇടപെട്ട് നിൽക്കുന്നവരുമൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നീതിപീഠങ്ങൾക്ക് നീതി നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് കാണിച്ചു കൊടുത്ത ഹണിയം വർഗീസിന് ഒരു ബിഗ് സല്യൂട്ട്.